അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അല്ലാഹു. അഹ്ലുസുന്നത്ത് അല്ലാഹുവിനെക്കുറിച്ച് ഇപ്രകാരം വിശ്വസിക്കുന്നു: അവൻ ഏകൻ, പങ്കുകാരില്ല, ഖദീം, അനാദ്യൻ, അബദി, അനന്ത്യൻ, ശാശ്വതൻ, നിത്യൻ, മഹത്വത്തിന്റെ ഗുണങ്ങൾ ശാശ്വതമായി നിലനിൽക്കുന്നവൻ, ഔവൽ, ആദ്യൻ, ആഖിർ, അന്ത്യൻ, പ്രത്യക്ഷൻ, നിഗൂഢൻ, സർവവസ്തുക്കളെയും കുറിച്ച് സർവകാര്യങ്ങളും പൂർണ്ണമായി അറിയുന്നവൻ, സങ്കല്പാതീതൻ, നിസ്തുലൻ, ദിക്കുകൾ അവനെ ഉൾക്കൊള്ളില്ല, ആകാശഭൂമികൾക്ക് അവനെ വലയം ചെയ്യാനാവില്ല. അവൻ പ്രപഞ്ചത്തിന്റെ അധികാരപീഠത്തിൽ ആസനസ്ഥനായിരിക്കുന്നു, അവന് അനുയോജ്യമായ രീതിയിൽ. എന്നാൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സർവവസ്തുക്കളിലും അവന്റെ സാന്നിധ്യമുണ്ട്. മനുഷ്യനോട് അവൻ വളരെ സമീപസ്ഥൻ. മനുഷ്യന്റെ കണ്ഠനാടി അവനോട് എത്ര അടുത്താണോ അതിലും അടുത്ത്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുപ്പം സൃഷ്ടികളുടെ അടുപ്പത്തോട് സാദൃശ്യമല്ല. അവൻ്റെ സത്ത സൃഷ്ടികളുടെ സത്തയോട് സാദൃശ്യമല്ലാത്തതുപോലെ അവൻ യാതൊന്നിലും അവതരിക്കുകയില്ല, അവനിൽ യാതൊന്നും അവതരിക്കുകയുമില്ല. സ്ഥലവും കാലവും ഉണ്ടാവുന്നതിനു മുമ്പ് അവനുണ്ട്. അതിനാൽ അവൻ്റെ നിലനിൽപ്പിന് സ്ഥലകാലങ്ങൾ ആവശ്യമില്ല. പണ്ടെന്ന പോലെ ഇപ്പോഴും അവൻ മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. അവൻ്റെ ഉണ്മ ബുദ്ധിപരമായി സംഭവ്യമാണ്. പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് സജ്ജനങ്ങൾ അവനെ കാണും. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സകലതും അടക്കി ഭരിക്കുന്നവനും സർവാധി ജയനുമാണ്. അവന് തകരാറ് പറ്റില്ല, കഴിവുകേട് ബാധിക്കില്ല, ഉറക്കവും മയക്കവും ഉണ്ടാവില്ല. അവൻ തനിച്ചാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. ഭൂമിയുടെ അടിമുതൽ ആകാശത്തിൻ്റെ മുടിവരെയുള്ള സകല കാര്യങ്ങളും, അതിസൂക്ഷ്മ കാര്യങ്ങൾ പോലും അവനറിയുന്നു. രഹസ്യവും പരസ്യവും അവന് ഒരുപോലെ. മനസ്സുകളിലെ തോന്നലുകളും അവനറിയുന്നു. അവൻ്റെ അറിവ് അനാദികാലം മുതലുള്ളതാണ്. അത് ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യും. ഒരു വസ്തു സൃഷ്ടിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ അപ്പോഴേക്കും അതുണ്ടാകുന്നു. എല്ലാ സംഭവങ്ങളും നിയന്ത്രിക്കുന്നതും അവൻ തന്നെ. പ്രപഞ്ചത്തിലെ ഒരു കാര്യവും അവൻ്റെ നിശ്ചയവും ഇച്ഛയുമില്ലാതെ സംഭവിക്കുന്നില്ല. അവൻ്റെ വിധിയെ തിരുത്തുന്ന ശക്തിയില്ല. അവൻ എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ. എത്ര അവ്യക്തമായാലും അവൻ കേൾക്കും, കാണും. അകൽച്ചയും ഇരുട്ടും അവൻ്റെ കേൾവിക്കും കാഴ്ചയ്ക്കും തടസ്സമല്ല. അവൻ്റെ കേൾവിയും കാഴ്ചയും സൃഷ്ടികളുടെ കേൾവിയോടും കാഴ്ചയോടും സാദൃശ്യമല്ല. അവൻ മൊഴിയും, കൽപ്പിക്കും, വിലക്കും, വാഗ്ദാനം ചെയ്യും, ഭീഷണിപ്പെടുത്തും. വേദങ്ങൾ, ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്നിവ അള്ളാഹു തൻ്റെ ദൂതന്മാർക്ക് അവതരിപ്പിച്ച വേദങ്ങളാണ്. ഇവ അവൻ്റെ സത്തയിൽ തന്നെയുള്ള ഒരു ഗുണമായ വചനം കൊണ്ട് ഉണ്ടായതാണ്. അവൻ്റെ വചനം സൃഷ്ടിയല്ല, അതിനാൽ അത് നശിക്കില്ല. അള്ളാഹു അല്ലാത്ത സർവ്വവസ്തുക്കളും അവൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടിപ്പിൽ അവൻ പൂർണ്ണമായ നീതിയും യുക്തിയും കൈക്കൊണ്ടിട്ടുണ്ട്. മനുഷ്യൻ, ജിന്ന്, മലക്ക്, ആകാശം, ഭൂമി, ജന്തുക്കൾ, സസ്യങ്ങൾ, ഖരപദാർത്ഥം അല്ലാത്തത് എല്ലാം അള്ളാഹു പടച്ചതാണ്, ശൂന്യതയിൽ നിന്ന്. മുമ്പ് അവയൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൻ സൃഷ്ടികർമ്മം നടത്തിയത് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി, തൻ്റെ ഉദ്ദേശ്യം നടപ്പാക്കാൻ വേണ്ടി. അവൻ അങ്ങനെ തീരുമാനിച്ചതുകൊണ്ട്, അല്ലാതെ അങ്ങനെ ചെയ്യാൻ അവൻ നിർബന്ധിതനായതുകൊണ്ടല്ല. അങ്ങനെയുള്ള യാതൊരു നിർബന്ധിതാവസ്ഥയും അവനില്ല. അവൻ്റെ ഔദാര്യത്താലും ദാക്ഷിണ്യത്താലും സൃഷ്ടി നടത്തിയെന്നേ ഉള്ളൂ. എല്ലാം അവൻ്റെ അനുഗ്രഹം. അവൻ തൻ്റെ വിശ്വാസികളായ ദാസന്മാരുടെ അനുസരണത്തിന് പ്രതിഫലം നൽകും, ഔദാര്യമെന്ന നിലയിൽ. അതിന് അവൻ നിർബന്ധിതനാണ് എന്ന നിലയിലല്ല. ആർക്കും എന്തെങ്കിലും ചെയ്യാൻ അവൻ നിർബന്ധിതനല്ല. അവനിൽ നിന്നും അക്രമം ഉണ്ടാവില്ല. സൃഷ്ടികൾ അവനെ അനുസരിക്കണം, അത് നിർബന്ധം. അതവൻ്റെ അവകാശം. അത് നിർബന്ധമാണെന്ന് അവൻ സൃഷ്ടികളെ അറിയിച്ചത് തൻ്റെ ദൂതന്മാർ മുഖേന, അല്ലാതെ സൃഷ്ടികളുടെ വെറും യുക്തിക്ക് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടല്ല. പ്രവാചകന്മാർ. അള്ളാഹു വിവിധ കാലങ്ങളിൽ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. മുഅ്ജിസത്തുകളുടെ, അമാനുഷിക സിദ്ധികളുടെ പിൻബലം കൊണ്ട് അവൻ സത്യവാന്മാരാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധങ്ങളും വാഗ്ദാനങ്ങളും ഭീഷണികളും സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുത്തു. അതിനാൽ സൃഷ്ടികൾ പ്രവാചകന്മാരെ നിർബന്ധമായും അനുസരിക്കണം. അള്ളാഹു നിയോഗിച്ച അന്ത്യപ്രവാചകനാണ് നിരക്ഷരനും ഖുറൈശി ഗോത്രക്കാരനുമായ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹത്തിൻ്റെ കാലം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാവരിലേക്കുമുള്ളതാണ്. അറബികൾക്കും അനറബികൾക്കും മനുഷ്യർക്കും ജിന്നുകൾക്കും മുഹമ്മദ് നബിയോടെ അള്ളാഹു പ്രവാചകത്വ പരമ്പര എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനു ശേഷം ദൈവിക ദൗത്യവും പ്രവാചകത്വവുമായി ആരെയും അള്ളാഹു അയക്കുകയില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനും അള്ളാഹുവിൻ്റെ അനുമതിയോടെ അവനിലേക്ക് ക്ഷണിക്കുന്നവനുമാണ്. മുഹമ്മദ് നബിക്ക് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു. അതിലൂടെ സത്യമതം വിശദീകരിച്ചു, സന്മാർഗം വ്യക്തമാക്കി. ഖുർആനെയും അതിലുള്ള സകല കാര്യങ്ങളെയും എല്ലാവരും നിർബന്ധമായി വിശ്വസിക്കണമെന്ന് കൽപ്പിച്ചു. പരലോകം. ഈ ലോകം ഒരു നാൾ അവസാനിക്കും, അതിൽ സംശയമില്ല. തുടർന്ന് പരലോകമുണ്ടാകും. അവിടെ മൃതരെ അല്ലാഹു പുനർജീവിപ്പിക്കും. അവർ ഇഹലോകത്ത് ജനിച്ചതുപോലെ അവരവിടെ പുനർജനിക്കും. അല്ലാഹു സ്വർഗം സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ് തൻ്റെ ഇഷ്ടദാസന്മാർക്ക് ശാശ്വത ഭവനമായി. സ്വർഗത്തിൽ വെച്ച് അവർക്ക് അല്ലാഹു തൻ്റെ മുഖം കാണുമാറാക്കും. അവൻ നരകവും സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അവനെ നിഷേധിക്കുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും വേദങ്ങളെയും ദൂതന്മാരെയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക്. വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലുള്ള പാപങ്ങൾ ചെയ്യുന്നവർ കാഫിറാകുമെന്ന് നാം വിശ്വസിക്കുന്നില്ല. ഏകദൈവ വിശ്വാസികളും സത്യവിശ്വാസികളുമായി ജീവിക്കുന്നവർ സ്വർഗക്കാരോ നരകക്കാരോ എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാനാവില്ല. ചിലർക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി അറിയിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് മാത്രം സ്വർഗക്കാരെന്ന് ഉറപ്പിച്ചു പറയാം. പാപികൾക്ക് സ്വർഗം ലഭിക്കാം. നരകം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ശേഷം ചിലരെ അല്ലാഹു നബിയുടെ ശുപാർശ മൂലം രക്ഷപ്പെടുത്തും. ഖബറിലെ ശിക്ഷ സത്യമാണ്. മഹ്ശറയിൽ സത്യവിശ്വാസികളെ അല്ലാഹു വിചാരണ ചെയ്യും. നബിയോടൊപ്പം ജീവിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത സ്വഹാബികളെ നാം സ്നേഹിക്കുന്നു. അവരെ നമ്മുടെ മാർഗദർശികളായി നാം അംഗീകരിക്കുന്നു. ഖലീഫമാർ, സ്വഹാബികൾ, കറാമത്തുകൾ. നബിക്കുശേഷം മുസ്ലിം സമുദായത്തിൻ്റെ സാരഥ്യത്തിന് ഏറ്റവും അനുയോജ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കൊണ്ട് അല്ലാഹു ഇസ്ലാമിന് പ്രതാപമേകി. മുർത്തദ്ദുകളെ, മതപരിത്യാഗികളെ കീഴടക്കി. നബി അദ്ദേഹത്തെ നിസ്കാരത്തിന് ഇമാമാക്കി. മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുക്കുകയും നബിയുടെ ഖലീഫ, പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അബൂബക്കറിന് ശേഷം മുസ്ലിങ്ങളുടെ സാരഥി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാനോട് യുദ്ധം ചെയ്തവർ അക്രമവും ശത്രുതയും മൂലം യുദ്ധം ചെയ്തതാണ്. ഉസ്മാനു ശേഷം ഖലീഫ അലി റളിയല്ലാഹു അൻഹു. ഇവർ 4 പേരും നബിയുടെ ഖലീഫമാർ യഥാക്രമം. മറ്റു സുഹാബികളെയും നാം അംഗീകരിക്കുന്നു. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നാം അവഗണിക്കുന്നു. മുസ്ലിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഖുർആനും ഹദീസും ഇജ്മാവും അവലംബിച്ച് പരിഹരിക്കണം. അള്ളാഹു അനുവദിക്കാത്ത യാതൊരു കാര്യവും ഇസ്ലാമിൽ കടത്തിക്കൂട്ടരുത്. അള്ളാഹുവിൻ്റെ പേരിൽ വിവരക്കേട് പറയരുത്. മുസ്ലിങ്ങളിലെ പരേതരുടെ പേരിൽ ദാനധർമ്മവും പ്രാർത്ഥനയും ചെയ്യുന്നതുകൊണ്ട് ആ പരേതർക്ക് ഗുണം ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. സദ്വൃത്തരുടെ കൈയാൽ കറാമത്തുകൾ, അദ്ഭുത കാര്യങ്ങൾ വെളിപ്പെടാം. ശുചിത്വം. ആന്തരിക ശുദ്ധി. അല്ലാഹു അരുളുന്നു, അല്ലാഹു നിങ്ങൾക്ക് വിഷമം ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. ആ പള്ളിയിൽ പരിശുദ്ധി നേടിയവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ശുചിത്വമാണ് നിസ്കാരത്തിൻ്റെ താക്കോൽ. ശുചിത്വത്തിന്മേലാണ് ഇസ്ലാം പടുത്തുയർത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ അന്തരംഗത്തിൻ്റെ ശുചിത്വമാണ് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ് എന്ന നബിവചനം കൊണ്ട് വെള്ളം കൊണ്ട് ബാഹ്യഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുക മാത്രമാണ് ഉദ്ദേശമെന്നും അന്തരംഗം ദുഷിച്ചാലും അതിൽ അഴുക്കുകൾ നിറഞ്ഞാലും സാരമില്ലെന്നും വല്ലവരും ധരിക്കുന്നുവെങ്കിൽ വളരെ കഷ്ടം തന്നെ. ശുചിത്വത്തിന് 4 തട്ടുകളുണ്ട്. 1. ബാഹ്യ ശരീരം അഴുക്കിൽ നിന്ന് ശുദ്ധമാക്കുക. 2. അവയവങ്ങൾ പാപങ്ങളിൽ നിന്ന് ശുദ്ധമാക്കുക. 3. മനസ്സ് ദുസ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധമാക്കുക. 4. രഹസ്യജീവിതം അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ശുദ്ധമാക്കുക. അവസാനം പറഞ്ഞത് പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും പദവി. താഴത്തെ പടി കടന്നാലേ മുകളിലത്തെ പടിയിലെത്തുകയുള്ളൂ.
രഹസ്യജീവിതത്തിൻ്റെ ശുചിത്വത്തിന് മുമ്പ് മനസ്സിൻ്റെ ശുചിത്വം വേണം. മാനസിക ശുചിത്വത്തിന് ബാഹ്യാവയവങ്ങൾ പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കണം. ലക്ഷ്യം വലുതായിരിക്കുമ്പോൾ അതിലേക്കുള്ള മാർഗം പ്രയാസമുള്ളതായിരിക്കും. അതിനാലത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. മേൽപ്പറഞ്ഞ തെറ്റുകളുടെ വ്യത്യാസം മനസ്സിലാക്കാനുള്ള കാഴ്ചയില്ലാത്തവർ ധരിക്കും ശുചിത്വമെന്നാൽ ബാഹ്യ ശുചിത്വം മാത്രമാണെന്ന്. അതാകട്ടെ വെറും പുറന്തോട് മാത്രം. പ്രധാന ഭാഗമായ കഴമ്പ് അകത്തുണ്ട്. അതയാൾക്ക് കാര്യമല്ല. അയാളുടെ സമയം മുഴുവൻ ബാഹ്യാവയവങ്ങൾ വൃത്തിയാക്കുന്നതിൽ ഉപയോഗിക്കും. മലമൂത്രാവശിഷ്ടം വൃത്തിയാക്കുന്നതിലും വസ്ത്രം അലക്കുന്നതിനും ബാഹ്യശരീരം വെടിപ്പാക്കുന്നതിനും നല്ല ഒഴുക്കുള്ള ധാരാളം വെള്ളം തേടുന്നതിനും വസ്വാസും തലതിരഞ്ഞ ബുദ്ധിയും മൂലം അയാൾ വിചാരിക്കുന്നു. ഇത് മാത്രമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്ന മഹത്തായ ശുചിത്വമെന്ന്. മുൻഗാമികളുടെ ജീവിത മാതൃക അയാൾക്കറിയില്ല. അവർ മനസ്സിൻ്റെ ശുചിത്വത്തിനാണ് പ്രധാനം നൽകിയിരിക്കുന്നത്, ബാഹ്യ ശുചിത്വത്തിനല്ല. ഉമർ റളിയല്ലാഹു അൻഹു വലിയ ആളായിരുന്നിട്ടും ക്രിസ്ത്യാനികളുടെ പാത്രത്തിൽ വുളു ചെയ്തിട്ടുണ്ട്. മുൻഗാമികൾ പള്ളിയിൽ വെറും തറയിൽ നിസ്കരിച്ചിട്ടുണ്ട്. കല്ലുകൾ മാത്രം കൊണ്ട് ശൗചം ചെയ്തിട്ടുണ്ട്. അവർ പ്രധാനമായി ശ്രദ്ധിച്ചിരുന്നത് ആന്തരിക ശുചിത്വത്തിൽ. നജസിൻ്റെ സൂക്ഷ്മ കാര്യങ്ങളെക്കുറിച്ച് അവർ ആവശ്യമില്ലാതെ ചിക്കി ചോദിച്ചായി അറിയില്ല. പിന്നീട് ഒരു കൂട്ടർ വന്നു. അവർ ബാഹ്യ ശുചിത്വത്തിനും പുറമെ കാണുന്ന ശരീരഭാഗങ്ങൾ അലങ്കരിക്കുന്നതിലും മുൻഗണന നൽകി. ആന്തരിക ശുചിത്വത്തെ അവഗണിച്ചു. മണവാട്ടിക്ക് കേശാലങ്കാരം ചെയ്യുന്നത് പോലെയാണ് ഇത്. അവളുടെ അന്തരംഗമാകട്ടെ അഹന്ത, അജ്ഞത, കാപട്യം എന്നിവ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അവർക്കതിൽ മനസ്സാക്ഷിക്കുത്തില്ല, എതിർപ്പില്ല. ആരെങ്കിലും കല്ലുമാത്രം കൊണ്ട് ശൗചിച്ചാൽ, മുസല്ലയോ പായയോ ഇടാതെ തറയിൽ നിസ്കരിച്ചാൽ, ആ മുസ്ലിമിൻ്റെ പാത്രത്തിൽ വുളു ചെയ്താൽ കാണാം ഇക്കൂട്ടരുടെ അക്ഷമ എത്രത്തോളമെന്ന്. ആകാശം പൊളിഞ്ഞു വീഴും പോലെ പെരുമാറും. ആ പാവത്തെ അതിരൂക്ഷ്മമായി എതിർക്കും. മ്ലേച്ഛനെന്ന് മുദ്രകുത്തും. കാണണേ, ഇക്കൂട്ടർ നന്മയെ തിന്മയാക്കുന്നതും തിന്മയെ നന്മയാക്കുന്നതും എന്തു പറയാൻ. ദീനാകെ തകർന്നു. ബാഹ്യരൂപം പോയി, അന്തസത്തയും പോയി. ബാഹ്യശുദ്ധി. മുസ്ലിം എല്ലാവിധ നജസ് വൃത്തികേടുകളിൽ നിന്നും ശുദ്ധനായിരിക്കണം. സർവ്വ ലഹരി വസ്തുക്കളും നജസാണ്. നായയും പന്നിയും നജസാണ്. എല്ലാ ശവങ്ങളും നജസാണ്. ഇതിൽ നിന്ന് മനുഷ്യൻ, മത്സ്യം തുടങ്ങി 5 ജീവികൾ മാത്രം ഒഴിവ്. ജീവിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നതിൻ്റെ നിയമവും ശവത്തിൻ്റേത് തന്നെ. എന്നാൽ രോമത്തിന് ഇത് ബാധകമല്ല. അത് അശുദ്ധമാവില്ല. മുറിച്ചെടുക്കപ്പെടുന്നത് കൊണ്ടോ ജീവിയുടെ മരണം കൊണ്ടോ കണ്ണുനീർ, ഉമനീർ, വിയർപ്പ്, മൂക്കിട്ട പോലുള്ളവ ശുദ്ധമാണ്. മലം, മൂത്രം പോലുള്ളവ നജസും. എന്നാൽ താഴെ പറയുന്നവ മാപ്പാക്കപ്പെടും. അവ ഒഴിവാക്കുക പ്രയാസമായതുകൊണ്ട്. കല്ലുകൾ കൊണ്ട് ശൗചം ചെയ്തതിനു ശേഷം മലദ്വാര ഭാഗത്ത് അവശേഷിക്കുന്ന മലത്തിൻ്റെ പാട് വഴിയിലെ അശുദ്ധമായ ചെളിയോ മറ്റോ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തത്ര ബാധിച്ചാൽ സാരമില്ല. ഷൂസിൻ്റെ അടിയിൽ പറ്റുന്ന വഴിയിലെ നജസ് ഷൂസ് ശരിക്കും നിലത്ത് ഉരക്കണം. അതിനുശേഷവും ബാക്കിയാവുന്നത് സാരമില്ല. ചെള്ളിൻ്റെ രക്തം അത് അമിതമായാലല്ലാതെ മുഖക്കുരു പോലുള്ളതിൽ നിന്നുള്ള രക്തമോ ചലമോ നീരോ ശുദ്ധീകരണം നടത്തേണ്ടത് ശുദ്ധജലം കൊണ്ട്. അതിനുശേഷവും ബാക്കിയാവുന്നത് സാരമില്ല. ചെള്ളിൻ്റെ രക്തം അത് അമിതമായാലല്ലാതെ മുഖക്കുരു പോലുള്ളതിൽ നിന്നുള്ള രക്തമോ ചലമോ നീരോ ശുദ്ധീകരണം നടത്തേണ്ടത് ശുദ്ധജലം കൊണ്ട്. ചില സന്ദർഭങ്ങളിൽ കല്ലും മണ്ണും മതിയാവും. ചില ഉപാധികളോടെ. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് ശുദ്ധമായിട്ട്. ഏതെങ്കിലും വസ്തുവിനെ നജസ് ബാധിച്ചതായി കാണുകയോ ഉറപ്പായി അറിയുകയോ ചെയ്താലേ അത് അശുദ്ധമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ശുദ്ധമാണ്. നിസ്കാരത്തിന് ഉപയോഗിക്കാം. വുളു, കുളി, തയമ്മും ഇവയ്ക്ക് മുമ്പ് മലമൂത്ര ശുദ്ധി വരുത്തണം. മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്ന് താഴെ പറയുന്ന രൂപത്തിലും സ്ഥലങ്ങളിലും വിസർജനം പാടില്ല. ഖിബലയ്ക്ക് അഭിമുഖമായോ അതിന് പുറം തിരിഞ്ഞോ ഇരുന്ന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്, കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ, കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, മാളത്തിൽ, ശൗചത്തിൽ ചിലർ വസ്വാസ് കാണിക്കാറുണ്ട്. അത് തെറ്റ്. നന്നായി വൃത്തിയാക്കണം. എന്നിട്ടും നനവ് കാണുന്നുവെങ്കിൽ അത് വെള്ളമാണെന്ന് കരുതിയാൽ മതി. വസ്വാസ് ഇല്ലാതിരിക്കുക എന്നത് ദീനിൻ്റെ വിവരമുള്ളതിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ അടുത്ത് വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട്. ബാഹ്യ ശരീരത്തിൽ ഏതുവരെ വെള്ളം എത്തുമോ അവിടെയെല്ലാം ശുദ്ധിയാക്കണം.
വെള്ളം എത്താത്തിടം ശരീരത്തിൻ്റെ ഉൾഭാഗം. നജസ് വൃത്തിയാക്കാനുള്ള കൽപ്പന ശരീരത്തിൻ്റെ പുറം ഭാഗത്തുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. മലദ്വാരത്തിൻ്റെ അകത്തേക്ക് വെള്ളം കയറ്റി ശുദ്ധിയാക്കണമെന്നില്ല. അത് വസ്വാസ്. വുളൂവിൽ 3 പ്രാവശ്യത്തിലധികം കഴുകലും വെള്ളം അമിതമായി ഉപയോഗിക്കലും കറാഹത്താണ്, അഭികാമ്യമല്ല. നബി 3 പ്രാവശ്യം വീതമാണ് കഴുകിയിരുന്നത്. അദ്ദേഹം അരുളി, ഇതിലധികം കഴുകുന്നവൻ തെറ്റും അക്രമവുമാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിരുകടക്കുന്ന ഒരു കൂട്ടർ ഈ സമുദായത്തിലുണ്ടാകും. വുളു എടുത്ത് നിസ്കാരത്തിന് നിന്നുകഴിഞ്ഞാൽ മനസ്സിലാക്കണം, താൻ ബാഹ്യശരീരം ശുദ്ധിവരുത്തി. അതാകട്ടെ സൃഷ്ടികൾ കാണുന്ന ഇടം. മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് പ്രധാനം. അത് ശുദ്ധീകരിക്കാതെ അള്ളാഹുവോട് അഭിമുഖം നടത്താൻ ലജ്ജിക്കണം. മനസ്സിലാണല്ലോ അള്ളാഹു ശ്രദ്ധിക്കുന്ന ഇടം. തൗബ, പാശ്ചാത്താപം, ദുസ്വഭാവങ്ങൾ വർജിക്കുക എന്നിവ കൊണ്ടാണ് മാനസിക ശുദ്ധി വരുത്തേണ്ടത്. മാനസിക ശുദ്ധിയില്ലാതെ ബാഹ്യശുദ്ധി മാത്രം വരുത്തിയതുകൊണ്ട് കാര്യമില്ല. ഒരാൾ രാജാവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീടിൻ്റെ ബാഹ്യഭാഗങ്ങൾ മാത്രം വെള്ളപൂശിയും മറ്റും സുന്ദരമാക്കുന്നു. അകത്താണെങ്കിൽ അഴുക്കുകളും വൃത്തികേടും കുന്നുകൂടി കിടക്കുകയാണ്. അത് വൃത്തിയാക്കാതെ അങ്ങനെ തന്നെ വിടുന്നു. ഇത് ശരിയല്ല. അയാളോട് രാജാവ് കോപിക്കുമെന്നതിൽ സംശയമില്ല. നിസ്കാരത്തിൻ്റെ അന്തസത്ത. നിസ്കാരം ഇസ്ലാമിൻ്റെ മുഖ്യസ്തംഭം, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. ഉദാഹരണമായി ബാങ്ക് വിളിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ബാങ്കുകാരൻ്റെ ബാങ്ക് കേൾക്കുന്ന സകല മനുഷ്യരും ജിന്നുകളും മറ്റെല്ലാ വസ്തുക്കളും അയാൾക്ക് വേണ്ടി പരലോകത്ത് സാക്ഷി പറയും. നിർബന്ധ നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, സത്യവിശ്വാസികളുടെ സമയബന്ധിതമായൊരു ചുമതലയാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരാളുടെ 5 നേര നിസ്കാരങ്ങളും ജുമയും അടുത്ത ജുമ വരെ അയാൾ ചെയ്യുന്ന ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. ഒരു സഹാബി ചോദിച്ചു, ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമേത്? പ്രവാചകൻ അരുളി, കൃത്യസമയത്ത് നിർവഹിക്കുന്ന നിസ്കാരം. പ്രവാചകൻ വീണ്ടും പറയുന്നു, ഒരാൾ കൃത്യസമയത്ത് നിസ്കരിക്കുന്നു, അതിനുവേണ്ടി നന്നായി വുളൂ ചെയ്യുന്നു, റുക്കുവും സുജൂദും നന്നായി നിർവഹിക്കുന്നു, തികഞ്ഞ ഭക്തി പാലിക്കുന്നു എങ്കിൽ ആ നിസ്കാരം അതീവ തിളക്കത്തോടെ ഉപരിലോകത്തേക്ക് കയറിപ്പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, എന്നെ താങ്കൾ സംരക്ഷിച്ച പോലെ താങ്കളെയും അല്ലാഹു സംരക്ഷിക്കട്ടെ. മറ്റൊരുത്തൻ സമയം തെറ്റിച്ച് നിസ്കരിക്കുന്നു, വുളൂ നന്നായി ചെയ്യുന്നില്ല, റുക്കുവും സുജൂദും പൂർണ്ണമായി നിർവഹിക്കുന്നില്ല, ഭക്തി പാലിക്കുന്നില്ല എങ്കിൽ ആ നിസ്കാരം കയറിപ്പോകുക കറുകറുത്തതും അന്ധകാരത്തോടെയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, എന്നെ നീ പാഴാക്കിയ പോലെ നിന്നെയും അല്ലാഹു പാഴാക്കട്ടെ. ഒടുവിൽ അതിനെ പഴന്തുണി മടക്കും പോലെ മടക്കി അതുകൊണ്ട് അയാളുടെ മുഖത്ത് അടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജമാഅത്ത് നമസ്കാരത്തിന് തനിച്ചുള്ള നമസ്കാരത്തിനുള്ളതിനേക്കാൾ 27 ഇരട്ടി ശ്രേഷ്ഠതയുണ്ട്. ഒരിക്കൽ ജമാഅത്ത് നമസ്കാരത്തിന് ചിലരെ കാണാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമായി നിസ്കരിക്കാൻ ഒരാളെ ഏൽപ്പിച്ച് നിസ്കാരത്തിന് വരാത്തവരുടെ വീടുകളിൽ ചെന്ന് അവയെ അഗ്നിക്കിരയാക്കാൻ ഞാൻ വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഇശാ ജമാഅത്തായി നിസ്കരിച്ചവൻ പകുതി രാത്രി നമസ്കരിച്ചവന് തുല്യം. സുബഹ് ജമാഅത്തായി പങ്കെടുത്തവൻ രാത്രി മുഴുവനും നമസ്കരിച്ചവന് തുല്യം. അല്ലാഹു വീണ്ടും പറയുന്നു, എന്നെ ഓർമ്മിക്കുവാൻ നിസ്കാരം നിലനിർത്തുക. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസ്കാരമെന്നാൽ വിനയവും വണക്കവും വിധേയത്വവും ഭയഭക്തിയും അല്ലാഹുവേ അല്ലാഹുവേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥനയുമാണ്. ഇതൊന്നുമില്ലാത്ത നമസ്കാരം പൂർണ്ണമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭയഭക്തിയോടെയുള്ള 2 റക്അത്ത് നിസ്കാരം അശ്രദ്ധനായിക്കൊണ്ട് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. പള്ളി അല്ലാഹുവിൻ്റെ ഭവനം, അതിനാൽ അത് പുണ്യസ്ഥലം. അല്ലാഹു അരുളുന്നു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ
അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അർഹതയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന് ഒരു പള്ളി നിർമ്മിച്ചവന് അത് കുളക്കോഴി മുട്ടയിടാനുണ്ടാക്കുന്ന കുഴിയുടെ അത്ര ചെറുതായാലും ശരി, അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പള്ളിയിൽ കടന്നാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. പള്ളിയുടെ അയൽവാസി പള്ളിയിലേ നിസ്കരിക്കാവൂ. ഒരു കാലം വരും, അന്ന് ആളുകൾ പള്ളിയിൽ കൂട്ടം കൂടും. പക്ഷേ അവരുടെ ചിന്ത മുഴുവനും ദുനിയാവിനെക്കുറിച്ചായിരിക്കും. അവരെ കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ അവരുടെ കൂടെ കൂടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴോ, ഇടുങ്ങിയ ഷൂസ് ധരിച്ചോ, വിശന്നിരിക്കുമ്പോഴോ, വായ മൂടിക്കെട്ടിയോ നിസ്കരിക്കരുത്. അത്താഴം തയ്യാറായി, ഇശാ നിസ്കാരത്തിന് സമയവുമായി എങ്കിൽ ആദ്യം അത്താഴം, പിന്നെ നിസ്കാരം. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മനസാന്നിധ്യമില്ലാത്ത നിസ്കാരം കൊണ്ട് കൂലിയില്ല, ശിക്ഷയാണ് കിട്ടുക. നിസ്കാരത്തിൻ്റെ ഉപമ. നിസ്കാരത്തെ ഒരു മനുഷ്യനോട് ഉപമിക്കാം. ഭയഭക്തി, മനസാന്നിധ്യം, ആത്മാർത്ഥത എന്നിവ നിസ്കാരത്തിൻ്റെ ആത്മാവ്. റുക്കുനുകൾ അഥവാ നിർബന്ധ ഘടകങ്ങൾ, അതിൻ്റെ ഹൃദയവും ശിരസും കരളും. ഇവയില്ലെങ്കിൽ നിസ്കാരമില്ല. മേൽപ്പറഞ്ഞ ശരീരഭാഗങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ലാത്തതുപോലെ. പ്രധാന സുന്നത്തുകൾ മനുഷ്യന്റെ കൈകാലുകൾ, കണ്ണുകൾ എന്നിവയുടെ സ്ഥാനത്ത്. അവ നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും അവയുടെ നഷ്ടം മൂലം മനുഷ്യൻ വിരൂപിയാകും. അപ്രധാന ഐഹാത്ത് സുന്നത്തുകൾ, കണ്ണിമകൾ, പുരികങ്ങൾ, താടി, നല്ല നിറം പോലുള്ള സൗന്ദര്യോപാധികൾക്ക് തുല്യം. നിർബന്ധ കാര്യങ്ങൾ മാത്രം നിർവഹിച്ച് നിസ്കരിക്കുന്നവൻ കൈകാലുകൾ വെട്ടി അടിമയെ രാജാവിന് സമ്മാനിക്കുന്നതിന് തുല്യം. നിസ്കാരം രാജാതിരാജനായ അല്ലാഹുവിന് സമർപ്പിക്കുന്ന സമ്മാനം. രാജാവിൻ്റെ അടുപ്പം ആഗ്രഹിക്കുന്നവൻ അദ്ദേഹത്തിന് ദാസിയെയോ മറ്റോ സമ്മാനിക്കും. അതുപോലെയാണത്. നിസ്കാരമാകുന്ന സമ്മാനം ഇപ്പോൾ നാം അല്ലാഹുവിന് നൽകുന്നു. അത് പരലോകത്ത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിനാൽ നമ്മൾ സമർപ്പിക്കുന്ന സമ്മാനം നല്ലതാവണമോ മോശമാവണമോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നല്ലതായാൽ നല്ലത് തിരിച്ചു കിട്ടും, മോശമായാൽ മോശവും. നിസ്കാരം അല്ലാഹുവുമായുള്ള അഭിമുഖം. വാസ്തവത്തിൽ നിസ്കാരം അല്ലാഹുവുമായുള്ള ഒരഭിമുഖമാണ്. അശ്രദ്ധയോടെയുള്ള സംസാരം അഭിമുഖമാവില്ല. ഒരാൾ സത്യം ചെയ്യുന്നു. ഇന്ന ആളെ ഞാൻ പുകഴ്ത്തിയതിനു ശേഷം അയാളോട് ആവശ്യങ്ങൾ ചോദിക്കും. എന്നിട്ടത് അയാൾ ചെയ്യുന്നത് ഉറക്കത്തിലാണെന്ന് കരുതുക. എങ്കിൽ അയാൾ സത്യം പാലിച്ചവനല്ല. അല്ലെങ്കിൽ അയാളത് ചെയ്യുന്നത് ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച്. പുകഴ്ത്തപ്പെടുന്നവൻ അവിടെയുണ്ട്, പക്ഷേ അക്കാര്യം പുകഴ്ത്തുന്നവൻ അറിയുന്നില്ല. അഥവാ അയാൾ പറയുന്നത് പകലിൽ നല്ല വെളിച്ചത്ത്. പുകഴ്ത്തപ്പെടുന്നവൻ മുന്നിൽ തന്നെയുണ്ട്, പക്ഷേ പ്രശംസകൻ അശ്രദ്ധനാണ്. അന്യചിന്തകളിൽ മുഴുകിയതിനാൽ ഗൗരവത്തോടെയല്ല സംസാരിക്കുന്നത്. ഈ അവസ്ഥകളിലും അയാൾ സത്യം പാലിച്ചവനാകുകയില്ല. ഖുർആൻ പാരായണം, ദിക്റുകൾ ചൊല്ലൽ ഇവ കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനോട് വിനയം പ്രകടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യലാണ്. സംസാരിക്കുന്നത് അല്ലാഹുവിനോട്, മനസ്സ് അശ്രദ്ധം, അതിൽ അല്ലാഹുവിൻ്റെ സാന്നിധ്യമില്ല. നാവും അവയവങ്ങളും യാന്ത്രികമായി ചലിക്കുന്നുവെന്ന് മാത്രം. ഇത് യഥാർത്ഥ നിസ്കാരമല്ല. മനഃശുദ്ധി വരുത്താനും അല്ലാഹുവിൻ്റെ സ്മരണ പുതുക്കാനും ഈമാൻ ഭദ്രമാക്കാനുമാണ് നിസ്കാരം. അതിത്തരം നിസ്കാരം കൊണ്ട് സാധിക്കുകയില്ല. മനസാന്നിധ്യമാണ് നിസ്കാരത്തിൻ്റെ ആത്മാവ്, അശ്രദ്ധ അതിൻ്റെ കണ്ടകോടാലി. നിസ്കാരത്തിൻ്റെ അന്തസത്ത. നിസ്കാരത്തിൽ ആന്തരികമായി 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. മനസ്സ് അന്യകാര്യങ്ങളിൽ നിന്ന് മുക്തമാവണം. നിസ്കാരത്തിലെ കർമ്മങ്ങളിൽ പൂർണ്ണമായി മുഴുകണം. ചിന്ത പുറമെയൊന്നും അലഞ്ഞു തിരിയരുത്. ഇതിനാവശ്യം ദൃഢനിശ്ചയം. മനുഷ്യ മനസ്സ് അതിന് താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ മുഴുകും. അവനത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും. താൽപ്പര്യമില്ലാത്ത കാര്യത്തിൽ മനസാന്നിധ്യമുണ്ടാവുകയില്ല. നിസ്കാരത്തിലായിരിക്കുമ്പോൾ മനസ്സ് അതിൽ ലയിച്ചില്ലെങ്കിൽ അത് വെറുതെയിരിക്കില്ല, മറ്റെവിടെയെങ്കിലും വിഹരിക്കും, അതിന് പ്രിയങ്കരമായ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ. ഇതൊഴിവാക്കാൻ എന്തു ചെയ്യണം? നിസ്കാരത്തിൽ മുഴു ശ്രദ്ധയും ഉറപ്പിച്ചു നിർത്തണം.
പരലോകമാണ് ഉത്തമവും ശാശ്വതമെന്നും നമസ്കാരമാണ് പരലോക വിജയത്തിന് ആസ്പദമെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കണം. 2. മനസാന്നിധ്യം ഉറപ്പാക്കിയ ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും ദിക്റുകളുടെയും അർത്ഥം ഗ്രഹിക്കുന്നതിനു വേണ്ടി ഗാഢമായ ചിന്ത. അന്യചിന്തകളിൽ ആകർഷിക്കാതിരിക്കാൻ അവയിലേക്കുള്ള വാതിലുകൾ കൊട്ടിയടക്കണം. 3. അള്ളാഹുവിനോട് ബഹുമാനം. 2 തരം തിരിച്ചറിവിനാൽ ഇത് ലഭിക്കും. 1. അള്ളാഹുവിൻ്റെ മഹത്വം അറിയുക. അതാകട്ടെ ഈമാനിൻ്റെ മൗലിക നേട്ടം. 2. താൻ നിസ്സാരനും നിന്ദ്യനും അള്ളാഹുവിൻ്റെ ദാസനുമാണെന്ന ബോധം. ഈ തിരിച്ചറിവുകൾ മൂലം അള്ളാഹുവിനോട് വിനയവും താഴ്മയും ഭക്തിയും ജനിക്കും. 4. അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയെയും അധികാരത്തെയും ഇച്ഛ നടപ്പാക്കുന്നതിനെയും അവൻ്റെ ദാസനായ തൻ്റെ കഴിവുകേടിനെയും നിസ്സഹായതയെയും കുറിച്ച് ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭയം. 4. അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയെയും അധികാരത്തെയും ഇച്ഛ നടപ്പാക്കുന്നതിനെയും അവൻ്റെ ദാസനായ തൻ്റെ കഴിവുകേടിനെയും നിസ്സഹായതയെയും കുറിച്ച് ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭയം. ലോകാരംഭം മുതൽ ഇന്നുവരെയുള്ള സർവരെയും അള്ളാഹു നശിപ്പിച്ചു. അതുമൂലം അവൻ്റെ അധികാരത്തിൽ നിന്ന് അണുമണിത്തൂക്കം പോലും കുറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇത്തരം അറിവ് വർദ്ധിക്കുന്തോറും അവനെ പറ്റിയുള്ള ഭയം കൂടും. 5. പ്രത്യാശ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും ഔദാര്യത്തെയും അനുഗ്രഹത്തെയും തിരിച്ചറിയുന്നത് മൂലവും നിസ്കാരത്തിന് പ്രതിഫലമായി സ്വർഗം നൽകുമെന്ന അവൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നത് മൂലവും ഉണ്ടാകുന്നതാണ് പ്രത്യാശ. 6. താൻ ഇബാദത്തിൽ വീഴ്ച വരുത്തുന്നു, അള്ളാഹുവോടുള്ള കടമകൾ വേണ്ടവിധം നിർവഹിക്കുന്നില്ല. ഈ ബോധത്താൽ ഉണ്ടാകുന്ന ലജ്ജ. തൻ്റെ മനസ്സ് നിഷ്കളങ്കമല്ല, അതിൽ കുറ്റവും കുറവുമുണ്ട്. താൻ ഐഹിക നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നു, പരലോകത്തെ അവഗണിക്കുന്നു. അള്ളാഹു തന്നോട് ആവശ്യപ്പെടുന്നത് ഗൗരവാഹമായ കാര്യം, താനത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നു. തൻ്റെ മനസ്സിലെ അതിസൂക്ഷ്മമായ വിചാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു. ഈ ബോധം മൂലം മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജിക്കും. അശ്രദ്ധ അരുത്. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന കാര്യം ബാഹ്യമോ ആന്തരികമോ ആവാം. പുറമെ നിന്ന് വല്ലതും കാണുകയോ കേൾക്കുകയോ ചെയ്ത് ശ്രദ്ധ തിരിയാം. അത്തരം ചുറ്റുപാട് ഒഴിവാക്കണം. നിസ്കാരത്തിൽ ദൃഷ്ടികൾ മുമ്പിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. ചുമരിനരികെ വെച്ച് നിസ്കരിക്കുന്നതാണ് നല്ലത്. റോഡിലും ചിത്രമുള്ള സ്ഥലത്തും വർണ്ണമുസല്ലയിലും നിസ്കരിക്കുന്നത് ഒഴിവാക്കണം. എന്നാൽ ആന്തരിക കുഴപ്പമാണ് ഗുരുതരം. ദുനിയാ ചിന്തകളിൽ മുഴുകിയവന് നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പരലോകത്തെയും അവിടെ വിചാരണ നേരിടാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെയും കുറിച്ച് മനസ്സിൽ സങ്കല്പിക്കണം. ഒരിക്കൽ വരകളുള്ള ഉടുപ്പിൽ നിസ്കരിച്ച നബി നിസ്കാരം കഴിഞ്ഞ ഉടനെ അതഴിച്ചു മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഈ വസ്ത്രം എനിക്ക് വേണ്ട, ഇതെന്നെ നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധനാക്കി കളഞ്ഞു. ബാങ്ക് വിളി കേൾക്കുമ്പോൾ അന്ത്യനാളിലെ കാഹളം വിളിയെ ഓർക്കണം. ബാങ്കിന് ഉടനെ ഉത്തരം ചെയ്യാൻ നിസ്കരിക്കാൻ ബാഹ്യമായും ആന്തരികമായും ഒരുങ്ങണം. അതിന് ഉടനടി ഉത്തരം ചെയ്യുന്നവർ അന്ത്യനാളിലെ മഹാസഭയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യപ്പെടും. ശുചിത്വം. നിസ്കാരത്തിന് ശുചിത്വം നിർബന്ധം. നിസ്കാര സ്ഥലം, വസ്ത്രം, ശരീരം ഇവയെല്ലാം ശുദ്ധമായിരിക്കണം. എന്നാൽ ഇവയൊക്കെ പുറന്തോട്, മനസ്സാണ് കാമ്പ്. അതിൻ്റെ ശുദ്ധിയാണ് പ്രധാനം. ഇവിടെയാണ് അല്ലാഹു നോക്കുക. അതിനെ ശുദ്ധീകരിക്കേണ്ടത് തൗബ കൊണ്ട്. ചെയ്തുപോയ പാപങ്ങളിൽ ഖേദിക്കണം. മേലിൽ പാപം ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യണം. ഔറത്ത് മറക്കൽ. ഔറത്ത് മറക്കുക എന്നാൽ ശരീരത്തിലെ അശ്ലീല ഭാഗങ്ങൾ മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്ന് മറക്കുക എന്നാണ്. ബാഹ്യ ഭാഗങ്ങളാണല്ലോ സൃഷ്ടികൾ കാണുക. എന്നാൽ അള്ളാഹു മാത്രം കാണുന്ന ആന്തരിക ഗുഹ്യസ്ഥാനങ്ങളെയും രഹസ്യ അശ്ലീലങ്ങളെയും അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല. അവയെയും മറക്കണം. അവ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കാൻ സാധിക്കില്ലെന്നത് തീർച്ചയാണ്. എന്നാൽ പശ്ചാത്താപം, ലജ്ജ, ഭയം എന്നിവ കൊണ്ട് അവയെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അകറ്റി നിർത്താം. നിൽക്കൽ. നിസ്കാരം തുടങ്ങുകയായി. നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്. ഒളിച്ചോടി അടിമ ഖേദിച്ച് തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ലജ്ജയാലും ഭയത്താലും തല താഴ്ത്തി. ഈ വിധത്തിലായിരിക്കണം നിസ്കാരത്തിൽ നിൽക്കേണ്ടത്. കിബിലക്ക് അഭിമുഖമായി നിൽക്കുകയെന്നാൽ
മുഖത്തെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് തിരിക്കുക, മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി എന്നാണ്. ഇത്രമാത്രം പോരാ, മനസ്സിനെയാണ് ആദ്യം തിരിക്കേണ്ടത്, അള്ളാഹുലേക്ക് മാത്രം. മറ്റുള്ളതിൽ നിന്നെല്ലാം മാറി. ഇതാണ് പ്രധാനം. ബാഹ്യ അവയവങ്ങളുടെ തിരിയൽ മനസ്സിൻ്റെ തിരിയലിന് ശേഷം മതി. മുഖം കിബിലയുടെ ഭാഗത്തേക്ക് തിരിയേണ്ടതിന് അത് മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം മാറേണ്ടതുണ്ടല്ലോ. അതുപോലെ മനസ്സ് അള്ളാഹുലേക്ക് തിരിയാൻ അത് മറ്റുള്ളവയിൽ നിന്നെല്ലാം മാറേണ്ടതുണ്ട്. ഈത്തിദാൽ എന്നാൽ ശരീരവും മനസ്സും അള്ളാഹുവിൻ്റെ മുമ്പിൽ നേരെ ചൊവ്വേ നിൽക്കുക, അതീവ വിനയത്തോടെയും താഴ്മയോടെയും, അഹന്തയിൽ നിന്നും ഗർവിൽ നിന്നും മുക്തമായി. താൻ വലിയവനല്ല, നിസ്സാരനാണ് എന്ന ചിന്തയോടെ. പരലോകത്തെ ആ മഹാസഭയിൽ വിചാരണക്കായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭയാനക രംഗത്തെക്കുറിച്ചുള്ള ഓർമ്മയോടെ, തന്നെക്കുറിച്ച് സകലതും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അവൻ്റെ മഹത്വം സങ്കൽപ്പിക്കാനാവുന്നില്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും രാജാവിനെ സങ്കൽപ്പിച്ചാൽ മതി. അദ്ദേഹത്തിന് മുമ്പിൽ എങ്ങനെ നിൽക്കുമോ അതുപോലെ നിൽക്കുക. നീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശം. നിസ്കരിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ള ദൃഢനിശ്ചയമാണിത്. അവനിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചും അവൻ്റെ ശിക്ഷയെ പേടിച്ചും. താൻ അള്ളാഹുവിനെ വളരെ ധിക്കരിച്ചിട്ടുണ്ട്, എന്നിട്ടും തനിക്ക് അവനോട് അഭിമുഖത്തിന് അനുവാദം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ഈ അഭിമുഖത്തിൻ്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണം. ആരോടാണ്, എങ്ങനെയാണ്, ഏതു കാര്യത്തിലാണ് സംഭാഷണം നടത്തുന്നതിനെക്കുറിച്ച് നല്ല ബോധം വേണം. ഗൗരവത്താൽ, ഭയത്താൽ നെറ്റിയിൽ വിയർപ്പ് പൊടിയണം, ഞരമ്പുകൾ പ്രകമ്പിക്കണം, മുഖം വിളറണം. തക്ബീർ. ഇത് നാവ് മൊഴിഞ്ഞാൽ മാത്രം പോരാ, മനസ്സ് നിഷേധിക്കാതിരിക്കുകയും വേണം. അതായത് മനസ്സിൽ അള്ളാഹുവിനേക്കാൾ വലുതായി മറ്റൊന്നുമുണ്ടാവരുത്. ദേഹേച്ഛയ്ക്ക് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം നൽകി അതിനെ അനുസരിക്കുന്നതിൻ്റെ അർത്ഥം ദേഹേച്ഛയെ ദൈവമാക്കുകയും അത് വലുതാണെന്ന് കരുതുകയും ചെയ്യുന്നുവെന്നാണ്. അത്തരക്കാരൻ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ചൊല്ലുന്നത് വെറും അധര വ്യായാമം മാത്രമായിരിക്കും. അതിന് മനസ്സിൻ്റെ അംഗീകാരമുണ്ടാവില്ല. ഇത് വലിയ തെറ്റ്, തൗബ ചെയ്യേണ്ട കാര്യം. വജ്ജഹത്തു. അനന്തരം വജ്ജഹത്തു പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് എൻ്റെ മുഖം തിരിക്കുന്നു. ഇതിൽ മുഖം എന്നതുകൊണ്ട് ബാഹ്യ മുഖമല്ല ഉദ്ദേശം. അതാകട്ടെ കിബിലയുടെ ദിശയിലേക്ക് നേരത്തെ തന്നെ തിരിച്ചു കഴിഞ്ഞു. അല്ലാഹു ആകട്ടെ പ്രത്യേക ദിശയിലല്ല താനും. അങ്ങനെയായിരിക്കുന്നത് അവന് കുറച്ചിൽ. അത്തരം ന്യൂനതകളിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധൻ. അതിനാൽ അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ മുഖം തിരിക്കുന്നു എന്നാണ് ഉദ്ദേശം. തൻ്റെ ചിന്ത മുഴുവൻ വീട്ടിലോ അങ്ങാടിയിലോ ആയിരിക്കുകയും ദേഹേച്ഛയെ അനുസരിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുലേക്ക് തിരിഞ്ഞുവെന്ന് എങ്ങനെ പ്രഖ്യാപിക്കും? അള്ളാഹുവുമായുള്ള അഭിമുഖത്തിൻ്റെ തുടക്കം തന്നെ ഇത്തരം നുണ കൊണ്ട് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ള സർവ്വതിൽ നിന്നും മാറാതെ അള്ളാഹുലേക്ക് തിരിയാനാവില്ല. ചുരുങ്ങിയത് ആ സമയത്തെങ്കിലും അള്ളാഹുലേക്ക് പൂർണ്ണമായി തിരിയാനാവണം. ഈ പ്രഖ്യാപനത്തിനോട് നീതി പുലർത്താൻ ഋജുമനസ്സായ മുസ്ലിമായിക്കൊണ്ട് തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായാലേ ഒരാൾ മുസ്ലിമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്രകാരമല്ലെങ്കിൽ ഈ പ്രഖ്യാപനം പച്ചക്കള്ളം. അതിനാൽ ഭാവിയിൽ ഇപ്രകാരം നല്ലവനായി ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണം. കഴിഞ്ഞതിനെക്കുറിച്ച് ഖേദിക്കണം. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. അതിഗൂഢമായ ഒരിനം ഷിർക്ക് ബഹുദൈവ വിശ്വാസമുണ്ട്. ഇബാദത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് പുറമേ മനുഷ്യരുടെ പ്രശംസയും കൂടി ആഗ്രഹിക്കുക എന്നതാണത്. അതും തെറ്റ്. അതിൽ നിന്ന് ഒഴിവാകാതെ താൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിൽ അർത്ഥമില്ല. വലുതാവട്ടെ ചെറുതാവട്ടെ ഷിർക്ക് മഹാപാപമാണ്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിന്. സ്വന്തമായ ഒന്നുമില്ലാത്ത സർവസ്വവും യജമാനന് സമർപ്പിച്ച ഒരു ദാസന്റെ സ്തുതിയാണിത്. തൻ്റെ സന്തോഷം, ദുഃഖം, ജീവിതത്തോടുള്ള മോഹം, മരണഭയം പോലുള്ളവ ദുനിയാവിൻ്റെ താൽപ്പര്യത്തിൻ്റെ പേരിലായാൽ മേൽപ്പറഞ്ഞ പ്രഖ്യാപനം സത്യസന്ധമാവില്ല. അഊദു. അഭിശപ്തനായ പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു. പിശാച് നമ്മുടെ ശത്രു. അത് നമ്മെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കാൻ എപ്പോഴും തക്കം പാർത്തുകൊണ്ടിരിക്കുന്നു. നാം അള്ളാഹുവിനോട് അഭിമുഖം നടത്തുന്നതിലും അവന് സുജൂദ് ചെയ്യുന്നതിലും പിശാചിന് വലിയ അസൂയയുണ്ട്. അവനാകട്ടെ
അള്ളാഹുവിന് സുജൂദ് ചെയ്യാതിരുന്നതിൻ്റെ പേരിലാണ് ശപിക്കപ്പെട്ടത്. അള്ളാഹുവിൽ ശരണം തേടേണ്ടത് ഈ വിധം: പിശാചിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാതിരിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യുക. വാക്കുകൊണ്ട് മാത്രം പോരാ, കർമ്മം കൊണ്ടും. ഹിംസ്രജന്തുവോ ശത്രുവോ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ തന്നെ നിന്ന് കോട്ടയിൽ അഭയം പ്രാപിക്കാതെ ഞാൻ നിന്നിൽ നിന്ന് ഈ ഭദ്രമായ കോട്ടയിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് തന്നെയാണ് ദേഹേച്ഛയെ പിൻപറ്റുന്നതിൻ്റെയും സ്ഥിതി. ദേഹേച്ഛയെ പിൻപറ്റൽ പിശാചിനെ ഇഷ്ടപ്പെട്ടത്, അല്ലാഹു വെറുക്കുന്നത്. ദേഹേച്ഛയ്ക്ക് വഴങ്ങുന്നവൻ പിശാചിൻ്റെ താവളത്തിലേക്കാണ് നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ കോട്ടയിലല്ല. പിശാചിൻ്റെ ഒരു കുതന്ത്രം ഈ വിധമായിരിക്കും: നമ്മൾ നിസ്കാരത്തിലായിരിക്കുമ്പോൾ പരലോക ചിന്ത, സൽക്കാര്യങ്ങൾ ചെയ്യാനുള്ള ആസൂത്രണം എന്നിവ കൊണ്ട് നമ്മെ അവൻ വ്യാപൃതരാക്കും. നിസ്കാരത്തിൽ ചൊല്ലുന്നത് മനസ്സിലാകാതിരിക്കാൻ, നിസ്കാരത്തിൽ ചൊല്ലുന്നത് ഗ്രഹിക്കുന്നതിന് തടസ്സമാകുന്ന ഏത് കാര്യവും വസ്വാസ്, പൈശാചിക ദുർബോധനം ആണ്. നാവ് മൊഴിയുക എന്നതല്ല, ചൊല്ലുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നതാണ് പ്രധാനം. ഫാത്തിഹ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബറക്കത്ത്, അനുഗ്രഹം തേടുകയാണിവിടെ. സർവ്വവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് ഈ വചനം സൂചിപ്പിക്കുന്നു. സർവസ്തുതിയും അള്ളാഹുവിന്, എല്ലാവിധ കൃതജ്ഞതക്കും അവനാണ് അവകാശി. ഏതെങ്കിലും അനുഗ്രഹം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് വിശ്വസിച്ച് അവരെ സ്തുതിക്കുന്നവൻ ബിസ്മിയോ ഹംദോ ചൊല്ലുന്നതിൽ അർത്ഥമില്ല. പരമകാരുണികൻ, കരുണാനിധി, ഇത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ സകല കാരുണ്യങ്ങളെയും മനസ്സിൽ കാണാൻ ശ്രമിക്കണം. മനുഷ്യന് പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു വചനമാണിത്. പ്രതിഫലത്തിൻ്റെ അധിപൻ, ഇത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കണം. പരലോകത്തെ ഭയാനതകൾ ഓർത്ത് പേടിക്കണം. അന്ന് എന്തും ചെയ്യാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കും. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹുവോടുള്ള നമ്മുടെ വിധേയത്വവും ആത്മാർത്ഥതയും പുതുക്കണം. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് നമ്മിൽ നമ്മുടെ കഴിവുകേടിനെയും നിസ്സഹായതയെയും അള്ളാഹുവിലുള്ള ആശ്രയത്വത്തെയും മറ്റാർക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല എന്നതിനെയും കുറിച്ച് ബോധം പുതുക്കണം. അവൻ സഹായിച്ചതുകൊണ്ടാണ് നമുക്കവനെ അനുസരിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. ഇതും അവൻ്റെ ഒരു കാരുണ്യം. ഇനി നമ്മുടെ ആവശ്യം അവനോട് ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ടത് ചോദിക്കാനേ സമയമുള്ളൂ. നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ, നിന്റെ സംരക്ഷണത്തിലേക്കും പൊരുത്തത്തിലേക്കും നയിക്കുന്ന വഴി. ഇക്കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയും വ്യക്തമാക്കുകയുമാണ് അടുത്ത വാക്യം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം കോപത്തിനിരയായവരുടെയും വഴി പിഴച്ചവരുടെയും മാർഗമല്ല. പ്രവാചകന്മാർ, സത്യവാൻമാർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ. അതിനാൽ നല്ലൊരു പാരമ്പര്യമുള്ളൊരു മാർഗമാണിത്. അനന്തരം ആമീൻ എന്ന് ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു. നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിനെ സ്മരിക്കുക, അവൻ്റെ മഹത്വം വാഴ്ത്തുക എന്നത് മാത്രമാണെന്ന് കരുതുക. എങ്കിൽ തന്നെ അത് വലിയൊരു കാര്യം. എന്നാൽ അത് മാത്രമല്ല ഉദ്ദേശം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലവും അനുഗ്രഹവും തേടുക എന്നതുകൂടിയാണല്ലോ. അപ്പോൾ നിസ്കാരം എത്ര മഹത്തരമായ പ്രാർത്ഥന! ഖുർആൻ പാരായണം. നിസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ വചനങ്ങളുടെ ആശയം ഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന, നിരോധം, വാഗ്ദാനം, ഭീഷണി, ഉപദേശം, പ്രവാചകന്മാരെ പറ്റിയുള്ള വൃത്താന്തങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റിയുള്ള പരാമർശം, ഇവയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കണം. ഓരോന്നിനും അതാതിൻ്റെ അവകാശം നൽകണം. വാഗ്ദാനത്തിന് പ്രത്യാശ, ഭീഷണിക്ക് ഭയം, കൽപ്പനക്കും നിരോധത്തിനും അവയനുസരിച്ച് പ്രവർത്തിക്കുമെന്ന ഉറച്ച തീരുമാനം, ഉപദേശത്തിന് അത് പ്രാവർത്തികമാക്കൽ, അനുഗ്രഹത്തിന് നന്ദി, സംഭവ കഥകൾക്ക് പാഠം ഉൾക്കൊള്ളൽ. ഓരോരുത്തൻ്റെയും സംവേദനക്ഷമതയും ഗ്രഹണശേഷിയും ജ്ഞാനവും മനഃശുദ്ധിയുമനുസരിച്ചായിരിക്കും മേൽപ്പറഞ്ഞ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ആളുകൾ വിവിധ തട്ടുകളിലായിരിക്കും. അനവധി തട്ടുകളുണ്ടാവാം. നിസ്കാരമാണ് ദൈവസാമീപ്യത്തിലേക്കുള്ള വഴി. അതിൽ ദൈവവചനങ്ങളുടെ പല രഹസ്യങ്ങളും വെളിപ്പെടും. ഖുർആൻ പാരായണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുകളിൽ വിവരിച്ചത്. ദിക്റുകളും തസ്ബീഹും ചൊല്ലുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നത് സാവധാനത്തിലായിരിക്കണം. അർത്ഥം ഗ്രഹിക്കുന്നതിന് ഈ രീതിയാണ് സഹായകം. നിസ്കാരത്തിൽ കുറേ നേരം നിൽക്കണമല്ലോ.
ശരീരം മാത്രം നിന്നാൽ പോരാ, മനസ്സും നിൽക്കണം. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിസ്കരിക്കുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതിരിക്കുന്നിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ പ്രത്യേക ശ്രദ്ധയിലായിരിക്കും. തലയും കണ്ണും തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ മനസ്സും അന്യ ചിന്തയിലേക്ക് തിരിയാൻ പാടില്ല. ആത്മാർത്ഥതയും യഥാർത്ഥ ഭയഭക്തിയുമുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവൻ ബാഹ്യമായോ ആന്തരികമായോ തിരിയുകയില്ല. മനസ്സിൽ ഭക്തിയുണ്ടെങ്കിൽ ബാഹ്യാവയവങ്ങളിലും അത് പ്രകടമാകും. അതാ ഒരാൾ നിസ്കരിക്കുന്നു, അയാളുടെ വിരലുകൾ താടിരോമങ്ങളിൽ കളിക്കുന്നു. ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു, അയാളുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ അവയവങ്ങളും ഭക്തി കാണിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെയുണ്ട്: അല്ലാഹുവേ, ഭരണാധികാരിയെയും ഭരണീയരെയും നീ നന്നാക്കണമേ. മനസ്സും അവയവങ്ങളുമാണ് ഇവിടെ ഉദ്ദേശം. റുക്കൂവും സുജൂദും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വം ഒന്നുകൂടി ഓർക്കണം. കൈ പൊക്കുന്നത് അള്ളാഹുവിൻ്റെ മാപ്പിൽ അഭയം തേടാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന്. റുക്കൂയിലൂടെ താഴ്മയും വിനയവും പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ മനസ്സ് വളരെ വിനയാന്വിതമാകണം. താൻ നിസ്സഹായനും നിസ്സാരനുമാണെന്നും അള്ളാഹു പ്രതാപവാനും മഹാനുമാണെന്നുമുള്ള വിശ്വാസം നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. അള്ളാഹുവിന് സ്തോത്രം ചൊല്ലണം. അവൻ മഹാനും ഏറ്റവും വലിയവനുമാണെന്ന് സാക്ഷ്യം വഹിക്കണം. ഇത് ആവർത്തിച്ച് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം. അനന്തരം റുക്കൂയിൽ നിന്ന് നിവരണം. തന്നെ സ്തുതിച്ചവനെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തികഞ്ഞ പ്രത്യാശയോടെ, തുടർന്ന് നാഥ നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം. നന്ദി പ്രകടനത്തിലൂടെയാണല്ലോ കൂടുതൽ ആനുകൂല്യം നേടാൻ കഴിയുക. പോരാ, ആകാശങ്ങൾ നിറയെ ഭൂമി നിറയെ എന്ന് പറഞ്ഞ് സ്തുതിയുടെ വ്യാപ്തി കൂട്ടണം. സുജൂദ്, പിന്നെ സുജൂദ്, വിനയപ്രകടനത്തിൻ്റെ പരമരൂപം. മനുഷ്യൻ്റെ ഏറ്റവും ആദരണീയ അവയവമായ മുഖം ഏറ്റവും താണവസ്തുവായ നിലത്ത് വയ്ക്കുക. നെറ്റിക്കും നിലത്തിനുമിടയിൽ മറയില്ലാതെ നേരിട്ട് സുജൂദ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് വിനയത്തിൻ്റെയും താഴ്മയുടെയും ഏറ്റവും വലിയ പ്രകടനം. സുജൂദിൽ നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സർവ്വതിലേക്ക്, മണ്ണിലേക്ക് മടങ്ങുന്നു. മണ്ണിൽ നിന്നാണല്ലോ നാം വന്നത്, അതിലേക്ക് തന്നെ തിരിച്ചു പോകും മരണത്തോടെ. സുജൂദിൽ അള്ളാഹുവിൻ്റെ മഹത്വം ഒന്നുകൂടി പ്രഖ്യാപിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അത്യുന്നതനായ നാഥൻ എത്ര പരിശുദ്ധൻ. ഇതാവർത്തിച്ച് പറഞ്ഞ് ആശയം മനസ്സിൽ രൂഢമൂലമാക്കണം. ഇത് മനസ്സിൽ ശരിക്ക് പതിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കാം. താഴ്മ, വിനയം എന്നിവയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിത്തരിക, അഹങ്കാരവും അഹന്തയുമല്ല. അനന്തരം തക്ബീർ ചൊല്ലിക്കൊണ്ട് തല പൊക്കണം, ഇരിക്കണം. ഇരുന്നു കഴിഞ്ഞാൽ നാഥാ എനിക്ക് പുറത്തു തരയണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന മുഖവരയ്ക്ക് ശേഷം നമ്മുടെ ചില ആവശ്യങ്ങൾ ചോദിക്കാം. വീണ്ടും സുജൂദ് ചെയ്ത് വിനയപ്രകടനം ഒന്നുകൂടി ശക്തിപ്പെടുത്തണം. അത്തഹിയാത്ത്. അത്തഹിയാത്തിന് ഇരിക്കേണ്ടത് വളരെ വിനയത്തോടെയും മര്യാദയോടെയും. അതിൽ പ്രഖ്യാപിക്കണം, എല്ലാ തിരുമുൽ കാഴ്ചകളും പ്രാർത്ഥനകളും അധികാരങ്ങളും അള്ളാഹുവിനാണ്. നമ്മുടെ മാർഗദർശി മുഹമ്മദ് നബിയെ ഓർക്കുകയും വേണം. അദ്ദേഹത്തെ നമ്മുടെ മനസ്സിൽ ഹാജരാക്കണം. എന്നിട്ട് പറയണം, നബിയെ, താങ്കൾക്ക് അള്ളാഹുവിൽ നിന്ന് ശാന്തിയും കാരുണ്യവും അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ. ഈ സലാം നബിയിലേക്ക് എത്തുമെന്നും അദ്ദേഹം വളരെ നല്ല നിലയിൽ മടക്കുമെന്നും നാം പ്രത്യാശിക്കണം. അനന്തരം അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി ദൈവദൂതനാണെന്നും സാക്ഷ്യം വഹിക്കണം, പ്രാർത്ഥിക്കണം. നിശ്ചിത പ്രാർത്ഥന, വിനയത്തോടെയും ഭക്തിയോടെയും ഉത്തരം ലഭിക്കുമെന്ന പ്രത്യാശയോടെയും തൻ്റെ മാതാപിതാക്കൾക്കും എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ഒടുവിൽ സലാം വീട്ടുമ്പോൾ അത് മലക്കുകൾക്കും അവിടെ സന്നിഹിതരായ എല്ലാവർക്കുമാണെന്ന് കരുതണം. സലാം വീട്ടുന്നതോടെ നിസ്കാരം കഴിഞ്ഞു. ഈ ഇബാദത്തിന് ഉദവി നൽകിയ അള്ളാഹുവിനോട് നന്ദി തോന്നണം. നിസ്കാരത്തിൽ വന്നുപോയ പോരായ്മകളെക്കുറിച്ച് ലജ്ജയും ആശങ്കയും തോന്നണം. ബാഹ്യമായോ ആന്തരികമായോ ആയ പാപം മൂലം താൻ അള്ളാഹുവിൻ്റെ വെറുപ്പിന് വിധേയമാകുകയും അങ്ങനെ തൻ്റെ നിസ്കാരം തിരസ്കരിക്കപ്പെടുകയും ചെയ്യുമോ എന്ന് പേടിക്കണം.
അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യത്താലും കാരുണ്യത്താലും അവനെ ഈ നിസ്കാരം സ്വീകരിക്കുമെന്ന പ്രത്യാശയും വേണം. ഇതാണ് ഭയഭക്തരുടെ നിസ്കാരം. അശ്രദ്ധരുടെ നിസ്കാരം കൊണ്ട് ഗുണമല്ല, ദോഷമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ അതവൻ സ്വീകരിച്ചാലല്ലാതെ. നിസ്കാരം വിജയത്തിൻ്റെ താക്കോൽ. നിസ്കാരമാണ് വിജയത്തിൻ്റെ താക്കോൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ. ഇവിടെ വിജയികളുടെ ഗുണങ്ങളായി പറഞ്ഞിരിക്കുന്നത് സത്യവിശ്വാസവും നിസ്കാരവും. ഭയഭക്തിയോടെയുള്ള നിസ്കാരമാണ് ഉദ്ദേശം. പ്രസ്തുത അധ്യായത്തിൽ വിജയികളുടെ അവസാന ഗുണമായി എണ്ണിയിരിക്കുന്നതും നിസ്കാരത്തെ തന്നെ. തങ്ങളുടെ നിസ്കാരങ്ങളിൽ നിഷ്ഠ പാലിക്കുന്നവർ. ഈ ഗുണങ്ങളുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്ന് അല്ലാഹു തുടർന്ന് വിവരിക്കുന്നു. അവരത്രേ അനന്തരാവകാശികൾ, അതായത് ഫിർദൗസിനെ അനന്തരാവകാശമായി കരസ്ഥമാക്കുന്നവർ. അതിലവർ ശാശ്വതമായി ജീവിക്കും. അതിനാൽ ഭക്തിപൂർവം നിസ്കരിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത് വിജയവും ഫിർദൗസും. അശ്രദ്ധമായ മനസ്സോടെ നാവും അവയവങ്ങളും ചില കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നതുകൊണ്ട് മഹത്തായ ഈ നേട്ടം ലഭിക്കില്ലെന്നത് തീർച്ചയാണ്. എതിർവിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: കുറ്റവാളികളോട് അവർ ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നു? അവർ പറയും, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഇമാം നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്ന ആൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. തന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇമാമാകരുത്. കർമ്മശാസ്ത്രത്തിൽ തന്നേക്കാൾ പാണ്ഡിത്യമുള്ള വല്ലയാളും തന്നെ പിന്തുടർന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അയാൾ ഇമാം ആകരുത്, ആ പണ്ഡിതൻ സമ്മതിച്ചാലല്ലാതെ. 2. ഇമാം നിസ്കാരങ്ങളുടെ സമയനിഷ്ഠ പാലിക്കണം. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. ആദ്യ സമയത്തുള്ള നിസ്കാരത്തിന് വൈകിയുള്ള നിസ്കാരത്തിനുള്ളതിനേക്കാൾ വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. അത് പരലോകത്തിന് ദുനിയാവിനേക്കാൾ ഉള്ള ശ്രേഷ്ഠതയ്ക്ക് തുല്യം. ആളുകൾ അധികം കൂടാൻ വേണ്ടി നിസ്കാരം പിന്തിപ്പിക്കുന്നത് ശരിയല്ല. ആദ്യ സമയത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കാൻ വേണ്ടി ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതിനാണ് അധിക ആൾക്കാരോടൊപ്പമുള്ളതോ ദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ടുള്ളതോ ആയ നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠത. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് നമസ്കാരത്തിനെത്താൻ വൈകി. സ്വഹാബികൾ അബ്ദുറഹിമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിസ്കരിച്ചു. നബി എത്തിയപ്പോഴത്തേക്ക് ഒരു റക്അത്ത് കഴിഞ്ഞിരുന്നു. തങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് സഹാബികൾ പേടിച്ചു. എന്നാൽ പ്രവാചകൻ അവർ ചെയ്തത് ശരിയാണെന്ന് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇത്തരം സന്ദർഭത്തിൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. മറ്റൊരിക്കൽ പ്രവാചകൻ ഒരു അനുരഞ്ജന ശ്രമത്തിന് ഒരിടത്ത് പോയതിനാൽ ളുഹർ നിസ്കാരത്തിനെത്താൻ വൈകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കാരം തുടങ്ങി. വൈകിയെത്തിയ നബി അബൂബക്കറിനെ പിന്തുടർന്ന് നിസ്കരിച്ചു. ഇമാം മുഅദ്ദിനെ മുക്രിയെ കാത്തു നിൽക്കണമെന്നില്ല, എന്നാൽ മുഅദ്ദിൻ ഇമാമിനെ കാത്തു നിൽക്കണം. 3. ഇമാമിന് തികഞ്ഞ ആത്മാർത്ഥതയും ഉത്തരവാദിത്ത ബോധവും വേണം. അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം കാംക്ഷിക്കണം. ശുചിത്വവും നിസ്കാരത്തിൻ്റെ മറ്റെല്ലാ മര്യാദകളും പാലിക്കണം. ദുർവൃത്തികളോ മഹാപാപങ്ങളോ തീരെ ചെയ്യരുത്. ചെറുപാപങ്ങൾ സ്ഥിരമായി ചെയ്യരുത്. ഇമാം സമൂഹത്തിൻ്റെ നേതാവ്. അതിനാൽ അയാൾ അവരിൽ ഏറ്റവും നല്ല ആളായിരിക്കണം. ആന്തരിക ശുചിത്വം മാത്രം പോരാ, ബാഹ്യ ശുചിത്വവും വേണം. എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും ശുദ്ധമായിരിക്കണം. നിസ്കാരത്തിനിടയിൽ അധോവായു വിടുക പോലുള്ളതുകൊണ്ട് അശുദ്ധമായാൽ ലജ്ജിച്ചു നിൽക്കാതെ ഉടനെ സ്ഥലം വിടണം, തൻ്റെ അടുത്തുള്ള ആളെ ഇമാമാക്കിയിട്ട്. 4. തന്നെ പിന്തുടർന്ന് നിസ്കരിക്കുന്നവർ ശരിക്ക് അണിയായി നിൽക്കുന്നതുവരെ നിസ്കാരം തുടങ്ങരുത്. അണി ശരിപ്പെടുത്താൻ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വിടവ് കണ്ടാൽ നികത്തണം. കാൽമടമ്പുകളും ചുമലുകളും ഒപ്പിച്ച് അണി ശരിപ്പെടുത്തുന്നതിൽ സ്വഹാബികളും പൂർവികരും വളരെ ശ്രദ്ധിച്ചിരുന്നു. മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമേ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാവൂ. ബാങ്ക് വിളിക്ക് ശേഷം ആളുകൾ നിസ്കാരത്തിന് ഒരുങ്ങി വരുന്നതിന് ആവശ്യമായത്ര സമയം കഴിഞ്ഞായിരിക്കണം ഇഖാമത്ത് കൊടുക്കേണ്ടത്. 5. നിസ്കാരം ലഘൂകരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മൗമൂമുകൾ അഥവാ പിന്തുടർന്ന് നിസ്കരിക്കുന്നവർ ധാരാളമുണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം നിസ്കാരം ലഘൂകരിക്കണം. കാരണം അയാളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ അവശരും വൃദ്ധരും തിടുക്കമുള്ളവരും ഉണ്ടായിരിക്കാം. തനിച്ച് നിസ്കരിക്കുമ്പോൾ ഇഷ്ടമുള്ളത്ര ദീർഘിപ്പിക്കാം. 6. ഇമാം
റുക്കുവും സുജൂദും ലഘൂകരിക്കണം. തസ്ബീഹ് 3-ലധികം പ്രാവശ്യം ചൊല്ലരുത്. 7 അത്തഹിയാത്തും സാധാരണയിലധികം നീട്ടരുത്. ഇമാമായിക്കൊണ്ട് അയാൾ ചൊല്ലുന്ന പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയായിരിക്കണം, വ്യക്തിപരമാവരുത്. നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചൊല്ലുന്ന 2 സലാം അവിടെ കൂടിയവർക്കും മലക്കുകൾക്കുമാണെന്ന് കരുതണം. 8 സലാം വീട്ടിയ ഉടനെ സ്ഥലം വിടരുത്. ജുമാ വെള്ളിയാഴ്ച പ്രധാനപ്പെട്ടൊരു ദിവസമാണെന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ അള്ളാഹുവിനെ സ്മരിക്കുവാൻ നിങ്ങൾ വേഗം പോയിക്കൊള്ളുക, കച്ചവടം നിർത്തിവെക്കുക. ജുമയ്ക്ക് തടസ്സമാകുന്ന ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് അർത്ഥം. പ്രവാചകൻ പറയുന്നു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം വെള്ളിയാഴ്ച. പ്രതിബന്ധമൊന്നുമില്ലാതെ 3 ജുമാ നിസ്കാരം ഉപേക്ഷിച്ചവന്റെ ഹൃദയത്തിന് അള്ളാഹു സീൽ വെക്കും. പ്രതിബന്ധമെന്നാൽ ഉദാഹരണമായി മഴ, ചെളി, ഭീതി, രോഗം, രോഗിയെ ശുശ്രൂഷിക്കുക, മറ്റു പരിചാരകരില്ലെങ്കിൽ. വെള്ളിയാഴ്ച കുളിക്കണം, മുടി കളയണം, നഖം മുറിക്കണം, മീശ വെട്ടണം, സുഗന്ധം പൂശണം, തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഉടുപ്പ് ധരിക്കണം. ജുമയ്ക്ക് പള്ളിയിൽ നേരത്തെ എത്തണം. ഇവയൊക്കെ സുന്നത്ത്. പള്ളിയിലേക്ക് പോകേണ്ടത് വളരെ വിനയത്തോടെയും ഭക്തിയോടെയും. ജുമയുടെ ബാങ്ക് കേട്ടാൽ പിന്നെ ഒട്ടും താമസിക്കരുത്, ഉടനെ പള്ളിയിലെത്തണം. അവിടെ ഇരിക്കുന്ന ആളുകളുടെ പിരടികൾ മറികടന്ന് മുന്നോട്ട് പോകരുത്, അവരുടെ മുന്നിലൂടെയും നടക്കരുത്. നേരത്തെ പള്ളിയിലെത്തിയാൽ ഇതൊക്കെ ഒഴിവാക്കാനാവും. ആളുകളുടെ പിരടികൾ കടന്നു പോകുന്നത് വലിയ തെറ്റാണെന്ന് ഹദീസിലുണ്ട്. എന്നാൽ 1-ാമത്തെ അണി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പിരടികൾ മറികടന്ന് അങ്ങോട്ടേക്ക് പോകാം. കാരണം മുമ്പ് എത്തിയവർ വേണ്ടത് ചെയ്തില്ല, ശ്രേഷ്ഠസ്ഥാനം വിട്ടുകളഞ്ഞു. പള്ളിയിൽ കടന്നാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇമാം കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും സമീപത്തുള്ള തൂണിന്റെയോ ചുമരിന്റെയോ അടുത്ത് സ്ഥലം പിടിക്കണം. എങ്കിൽ താൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലൂടെ ആളുകൾ കടന്നു പോവുകയില്ല. നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് വലിയ തെറ്റ്. അങ്ങനെ പോകുന്നവരെ തടയണം. തൂണിനടുത്ത് സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഉള്ള സ്ഥാനത്ത് നിസ്കരിക്കണം. മുമ്പിൽ ഒരടയാളം വെച്ച് തന്റെ സ്ഥാനത്തിന്റെ അതിർത്തിയായി. 1-ാമത്തെ അണിക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട്. അതിനാൽ അതിൽ സ്ഥാനം പിടിക്കുന്നത് സുന്നത്താണ്. ഖതീബിന്റെ അടുത്ത് സ്ഥാനം പിടിക്കണം, കുത്തുബ ശരിക്ക് കേൾക്കാൻ. അങ്ങാടിയിലോ പള്ളിയുടെ മുറ്റത്തോ വച്ചുള്ള നിസ്കാരം കറാഹത്താണ്, അഭികാമ്യമല്ല. ഖതീബ് വരുന്നതോടെ സംസാരം നിർത്തണം. ബാങ്ക് വിളിക്ക് മറുപടി പറയണം. കുത്തുബ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രവാചകൻ പറയുന്നു, ഇമാം കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുത്തിരിക്കുന്ന ആളോട് മിണ്ടാതിരിക്കൂ എന്ന് ഉപദേശിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നവന്റെ ജുമ നഷ്ടപ്പെട്ടു. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് മൗനം പാലിക്കാൻ ആംഗ്യം കൊണ്ട് ആവശ്യപ്പെടാം. നിസ്കാരം കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിയാം. അല്ലാഹുവിനെ സ്മരിച്ചും അവന്റെ അനുഗ്രഹങ്ങളെ ഓർത്തും തന്നിൽ നിന്നുള്ള പോരായ്മകളിൽ ആശങ്കപ്പെട്ടും. നബി ജുമയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. വെള്ളിയാഴ്ച നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നതും ദാനധർമ്മം ചെയ്യുന്നതും പ്രത്യേകം സുന്നത്താണ്. കുത്തുബയുടെ സമയത്ത് വല്ലവരും ഭിക്ഷ യാചിച്ചാൽ ഒന്നും കൊടുക്കരുത്. ആളുകളുടെ പിരടി മറികടന്ന് യാചിക്കുന്നവർക്കും കൊടുക്കണ്ട. പിരടികൾ മറികടക്കാതെ സ്വസ്ഥാനത്ത് ഇരുന്നോ നിന്നോ യാചിക്കുന്നവർക്ക് കൊടുക്കാം. പള്ളിയിൽ വെച്ച് കച്ചവടം നടത്തുന്നത് കറാഹത്താണ്. അതിനാൽ അവിടെ വെച്ച് കുടിക്കാൻ വെള്ളം വാങ്ങുന്നത് പോലും ചില പൂർവ്വ പണ്ഡിതന്മാർ തെറ്റായി കണക്കാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മറ്റു സൽക്കാര്യങ്ങളും ധാരാളമായി ചെയ്യണം. അല്ലാഹു വല്ല ദാസനെയും ഇഷ്ടപ്പെട്ടാൽ അയാളെക്കൊണ്ട് ശ്രേഷ്ഠ സമയത്ത് ശ്രേഷ്ഠകാര്യം ചെയ്യിക്കും. നീയത്തിൽ വസ്വാസ്. നിസ്കാരത്തിലെ നീയത്തിൽ ചിലർക്ക് വസ്വാസ് ഉണ്ടാകാറുണ്ട്. ഇതിന്റെ കാരണം ഒന്നുകിൽ ബുദ്ധിയുടെ തകരാറ്, അല്ലെങ്കിൽ ദീനിനെക്കുറിച്ച് വിവരക്കേട്. നീയത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക മറ്റുള്ളവരുടെ കൽപ്പന അനുസരിക്കും പോലെ തന്നെയാണ്. അള്ളാഹുവിനെ ബഹുമാനിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കും പോലെ തന്നെയും. ഒരാളുടെ അടുത്ത് പണ്ഡിതൻ കയറി വരുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കാനായി എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അയാൾ ഇദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയുടെ പേരിൽ ഇദ്ദേഹത്തെ ബഹുമാനിക്കാനായി ഞാനിതാ എന്റെ മുഖം ഇദ്ദേഹത്തിലേക്ക് തിരിച്ചുകൊണ്ട് നിവർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടെന്ന് വ്യക്തം. ശ്രേഷ്ഠ വ്യക്തിയെ കാണുമ്പോൾ ഉൾപ്രേരണയാൽ നാം സ്വയം നിന്നു പോകുന്നു. ഇങ്ങനെയാണ് ബഹുമാനിക്കാറ്. എന്നാൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ അശ്രദ്ധയോടെയോ എഴുന്നേറ്റ് നിന്നാൽ അത് ബഹുമാനമാവില്ല. ഫർളായ ളുഹർ നമസ്കാരം കൃത്യസമയത്ത് ഞാനിതാ നിർവഹിക്കുന്നു
ഇങ്ങനെ നാം നിയത്ത് ചെയ്യാറുണ്ടല്ലോ. ശ്രേഷ്ഠ വ്യക്തിയെ ബഹുമാനിക്കാൻ അദ്ദേഹം കടന്നു വരുമ്പോഴാണല്ലോ നാം എഴുന്നേറ്റ് നിൽക്കാറ്, അദ്ദേഹത്തിന് അഭിമുഖമായി. അതുപോലെയാണത്. ഇത് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ മാത്രമായിരിക്കണം, മറ്റേതെങ്കിലും പ്രേരണയാലാവരുത്. അദ്ദേഹത്തോട് തിരിഞ്ഞു നിൽക്കുകയോ അദ്ദേഹം കടന്നു വരുമ്പോൾ നിൽക്കാതെ കുറെ കഴിഞ്ഞ് നിൽക്കുകയോ ചെയ്താൽ ബഹുമാനമാവില്ല.